ഹലോ റീഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് പേപ്പർ പ്ലോട്ട്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു എക്സൈറ്റിംഗ് റീഡിംഗ് ബ്ലോഗുമായിട്ടാണ്. ഒരുപാട് ബുക്ക് സീരീസ് ഉണ്ട് ഞാൻ കംപ്ലീറ്റ് ആക്കാതെ, ഞാനൊരു ഹാഫ് വേ എത്തിക്കൊണ്ടിരിക്കുന്നത്. സോ അതൊക്കെ എനിക്ക് കംപ്ലീറ്റ് ആക്കണം. അതാണ് ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കണ്ടിന്യൂയിങ് ദ സീരീസ് വൺ വേ ഓർ അനദർ. ഞാൻ ഈ വീഡിയോ എടുത്ത് കഴിയുമ്പോഴേക്കും 2 സീരീസ് എങ്കിലും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ അതാണ് എൻ്റെ മോട്ടീവ്. സോ വിതൗട്ട് ഫർദർ ഡു, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. The first book I'm going to read in this vlog is Divine Rival series. അപ്പോൾ ഡിവൈൻ റൈവൽ സീരീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവണം. മീഡിയം ഹൈപ്ഡ് ആയ ഒരു ബുക്കായിരുന്നു. അതിൽ റൊമാൻസും ഉണ്ട്, അറ്റ് ദ സെയിം ടൈം നല്ലൊരു വേൾഡ് ബിൽഡിംഗ് ഉണ്ട്. മൊത്തത്തിൽ ഒരു ഇൻട്രീഗിങ് സെറ്റപ്പ് ആണ്. ഇതിൽ മെയിൻ ക്യാരക്ടറാണ് ഐറിസ്. അപ്പോൾ അവിടെ 2 ഗോഡാണുള്ളത്, ഒന്ന് ഡാക്കർ ആൻഡ് എൻവ. അപ്പോൾ ഇവർ തമ്മിൽ വോറാണ് എന്നും. അങ്ങനെ ഇരിക്കുമ്പോൾ അവളുടെ ഐറിസിന്റെ ബ്രദറാണ് എൻവയ്ക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അങ്ങനെ പോയി കഴിയുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടൊന്നും അവൻ്റെയൊക്കെ ഒന്നും വലിയ റെസ്പോൺസ് ഒന്നുമില്ല. ഐറിസ് വർക്ക് ചെയ്യുന്നത് ഒരു ന്യൂസ് പേപ്പർ ഇൻഡസ്ട്രിയിലാണ്. സോ അവള് വർക്ക് ചെയ്യുന്നത് ഒരു കോളംനിസ്റ്റ് പൊസിഷന് വേണ്ടിയിട്ടാണ്. ആ ഒരു പൊസിഷൻ തന്നെയാണ് റോമനും വർക്ക് ചെയ്യുന്നത്, നമ്മുടെ മെയിൽ ക്യാരക്ടർ. അപ്പോൾ 2 പേരും റൈവൽസ് ആണ്. അതുകൊണ്ട് തന്നെ ബിക്കോസ് 2 പേരും ഫൈറ്റിംഗ് ഫോർ ദ സെയിം പൊസിഷൻ. അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പോൾ ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഒരാളുടെ ജോലി പോവും. ആ ഒരു ലെവലിലാണുള്ളത്. അങ്ങനെ ഒരു ദിവസം അവൾക്ക് ഐറിസ് വീട്ടിലെത്തുമ്പോൾ ഐറിസിനാണെങ്കിൽ ബ്രദറിൻ്റെയൊക്കെ ഒന്നും ഒരു റെസ്പോൺസ് ഇല്ലാത്തതുകൊണ്ട് അവൾ ആകെ വെറീഡാണ്. സോ അവളുടെ ടൈപ്പ് റൈറ്റർ ഉണ്ട്, അവളുടെ ഗ്രാൻഡ് മദറിൻ്റെയൊക്കെ ഒന്ന് ഇൻഹെറിറ്റ് ആയ ആ ഒരു ടൈപ്പ് റൈറ്റർ എടുത്തിട്ട് അവളൊരു മെസ്സേജ് ഡ്രാഫ്റ്റ് ചെയ്തിട്ട് അത് വാർഡ്രോബിൽ വെക്കും. ആൻഡ് ദെൻ ഇറ്റ് ഗോസ് മിസ്സിങ്. ആൻഡ് നെക്സ്റ്റ് ഡേ ഷീ ഡസ് ദ സെയിം തിങ് ആൻഡ് ദെൻ സെയിം തിങ് ഹാപ്പൻസ്. അപ്പോൾ അവൾക്ക് ഇത് എങ്ങനെ മിസ്സിങ് ആവുന്നതെന്ന് അവൾക്ക് അറിയില്ല. അങ്ങനെയാണ് അവൾക്ക് ഒരു റിപ്ലൈ കിട്ടുന്നത്. സോ അത് എങ്ങനെയായാലും അവളുടെ ബ്രദറിനല്ല റിസീവ് ആയിട്ടുള്ളത്, വേറൊരാൾക്കാണ്. അപ്പൊ ആ ആളുടെയൊക്കെ നിന്നാണ് അവൾക്ക് ഈ റിപ്ലൈ കിട്ടുന്നത്. ആസ് എ റീഡർ വി നോ ഇറ്റ്സ് റോമൻ, ബട്ട് അവൾക്ക് അതറിയില്ല. അങ്ങനെ ഇവര് തമ്മിൽ അങ്ങനെ ഒരു പെൻപാലിംഗ് കൈൻഡ് ഓഫ് സിറ്റുവേഷൻ ഉണ്ടാവുകയാണ്. റോമൻ ആണ് എന്ന് അവള് അറിയുന്നത് ഒരുപാട് ലേറ്റർ ആണ്. ബട്ട് അതുവരെ അവർ അനോണിമസ് ആയി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അവൾ ആരാണെന്ന് അറിയാതെയാണ് അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവളുടെ സങ്കടങ്ങൾ ഷെയർ ചെയ്യുന്നത്. അപ്പൊ അതൊക്കെയാണ് ഓവറോൾ സ്റ്റോറി. പിന്നെ അവര് തമ്മിൽ ആസ് യൂഷ്വൽ അവർ 2 പേരും ഇഷ്ടത്തിലാവാണ്. സോ ഭയങ്കര ഒരു ക്ലിഫ് ഹാങ്ങർ എൻഡിങ്ങിലാണ് ഈ ബുക്ക് എൻഡ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണെന്ന് അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട്. ഓൾസോ ആ വേൾഡ് ബിൽഡിംഗ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കുറച്ച് വേൾഡ് ബിൽഡിംഗ് ഉള്ളൂ. ലൈക്ക് ആ ഒരു ഗോഡ്സ്, അവരുടെ പാസ്റ്റ് സ്റ്റോറി, അവരുടെ ആ വാറിനുള്ള അവരുടെ റീസൺ, അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. ആൻഡ് ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ഡിവൈൻ റൈവൽസ് വാസ് എ 4-star റീഡ്. അപ്പൊ ഇത് എത്ര ആവുമെന്ന് നമുക്ക് നോക്കാം. ഞാൻ കഴിഞ്ഞൊരു 1 മണിക്കൂറായിട്ട് വായിക്കുകയായിരുന്നു. 1 മണിക്കൂറോ 2 മണിക്കൂറോ ആയി. ആൻഡ് ഞാൻ പാർട്ട് 2 എത്തി. ആൻഡ് ഐ എം സോ ഹാപ്പി ടു ബി ബാക്ക് ഇൻ ദ വേൾഡ് അഗെയിൻ. അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ മറന്നുപോയിരുന്നു. ലൈക്ക് വേൾഡ് ബിൽഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇൻഫോർമേഷൻസും ഞാൻ മറന്നുപോയിരുന്നു ഡിവൈൻ റൈവൽസിലുള്ളത്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ എനിക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാനും പറ്റുന്നുണ്ട്. ഐറിസും റോമനും മെസ്സേജ് പാസ് ചെയ്തിരുന്നത് ടൈപ്പ് റൈറ്ററിൽ ലെറ്റർ എഴുതിക്കൊണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെ അവരെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും റിസീവ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മാജിക്കലി ഇൻവോൾവ് ആണ്. 3 ടൈപ്പ് റൈറ്റേഴ്സ് ആണുള്ളത് വിച്ച് ഹാവ് മാജിക്. ടൈപ്പ് റൈറ്റേഴ്സ് ബിലോങ് ചെയ്യുന്നത് ലൈക്ക് ഐറിസിന്റെ ഗ്രാൻഡ് മദറിൻ്റെതായിരുന്നു, അതുപോലെ റോമന്റെ ഗ്രാൻഡ് മദറിൻ്റെതായിരുന്നു. സോ 3 ഫ്രണ്ട്സ് ക്രിയേറ്റ് ചെയ്തതാണ് ഈ ടൈപ്പ് റൈറ്റേഴ്സ്. അപ്പോൾ അവർക്ക് 3 പേർക്കും തമ്മിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നുള്ളത് ഇപ്പോൾ റോമന്റെ കയ്യിലും, ഒന്നുള്ളത് ഐറിസിന്റെ കയ്യിലും, ഒന്ന് മ്യൂസിയത്തിലും ആണുള്ളത്. സോ അത് വെച്ചിട്ടാണ് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് ഡിവൈൻ റൈവൽസിലെ. റൂത്ത്ലെസ് വാഴ്സില് ലൈക്ക് അവർ കൈൻഡ് ഓഫ് സെപ്പറേറ്റഡ് ആണ്. ആൻഡ് റോമന് ശരിക്കും മെമ്മറി ഇല്ല, എന്തൊക്കെയാണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണെന്നൊന്നുമില്ല. അതൊക്കെ എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾ ഡിവൈൻ റൈവൽസ് വായിച്ചാലേ മനസ്സിലാവുള്ളൂ. അത് കാരണം തന്നെ ലൈക്ക് ഐറിസിന് ഒരു വേ ഇല്ല അവനെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഐറിസിന്റെ കയ്യിൽ ടൈപ്പ് റൈറ്റർ ഇല്ല, അവന്റെ കയ്യിൽ ഐറിസിന്റെ ടൈപ്പ് റൈറ്റർ ഉണ്ട്. ബട്ട് അവനിക്ക് ടൈപ്പ് റൈറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം ഓർമ്മയില്ല. അപ്പോൾ ഐറിസ് മ്യൂസിയത്തിൽ കയറിയിട്ട് ആ ടൈപ്പ് റൈറ്റർ മോഷ്ടിക്കും. ആൻഡ് ദെൻ നൗ ദേ ആർ കൈൻഡ് ഓഫ് പാസിങ് മെസ്സേജസ്.
അപ്പോൾ ലൈക്ക് കംപ്ലീറ്റ്ലി ആ ഡിവൈൻ റൈവൽസിൽ ഉണ്ടായ അതേ ഒരു വൈബ്, വിൻറ്റേജ് വൈബാണ് ഇപ്പോഴും ഫീൽ ചെയ്യുന്നത്. ഐ എം റിയലി ലവിങ് റെബക്ക റോസ് റൈറ്റിംഗ്. കാരണം ഭയങ്കര എന്താ പറയുക, നമ്മളെങ്കിലും ഇങ്ങനെ സിങ്ക്ഡായി പോകുന്ന ഒരു റൈറ്റിംഗ് ആണ്. ആൻഡ് ഐ എം ഹാവിങ് എ ഗ്രേറ്റ് ടൈം. അവനിപ്പോൾ ഉള്ളതൊരു ഡിഫിക്കൽട്ടായ ഒരു സിറ്റുവേഷനിലാണ്, വിച്ച് ഐ കാൻ ടോക്ക് അബൌട്ട്. അപ്പോൾ അത് കാരണം തന്നെ ഐറിസിന് അവന് വിശ്വസിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. സോ അങ്ങനത്തെ കുറച്ച് ഡ്രാമ കൈൻഡ് ഓഫ് തിങ്സ് ആണ് ഇപ്പോൾ ഗോയിങ് ഓൺ. സോ ഞാൻ ഇത് വായിച്ചിട്ട് മേ ബി ഫിനിഷ് ചെയ്തിട്ട് ഐ വിൽ ഗിവ് യു എൻ അപ്ഡേറ്റ്. കാരണം ഐ കാൻ സ്റ്റോപ്പ് റീഡിങ് ദിസ് വൺ. So ഞാൻ Ruthless Wars കംപ്ലീറ്റ് ചെയ്തു ആൻഡ് ഐ എം സോ ഹാപ്പി. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ഇറ്റ് വാസ് ക്ലോസ് ടു 4-star റീഡ്. സോ ഇതൊരു വലിയ ബുക്കാണെങ്കിലും ഞാൻ ഒട്ടും തന്നെ ഇതിൽ ഇറിറ്റേറ്റഡ് ആയിട്ടില്ല. ഈ ക്യാരക്ടേഴ്സൊക്കെ ഭയങ്കര മെച്ചുവേർഡ് ആയിട്ടുള്ള യങ് അഡൾട്ട് ക്യാരക്ടേഴ്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ആൻഡ് അവരുടെ ആ ഒരു ലവ് സ്റ്റോറി തന്നെ ഭയങ്കര പ്യുവറായിട്ട് ഭയങ്കര സെറ്റിലായിട്ട് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ലവ് സ്റ്റോറിയാണ്. സോ ആൻഡ് ഓൾസോ ഈ ഒരു വേൾഡ് ബിൽഡിംഗ് ഭയങ്കര യുണീക്കാണ്. സോ എനിക്ക് ഈസി ആയിട്ട് ഓഡിയോ ബുക്സ് ഇട്ടിട്ട് തന്നെ കേൾക്കാൻ പറ്റി. ലൈക്ക് എനിക്ക് ബുക്ക് ഫോളോ ചെയ്യാതെ തന്നെ എനിക്ക് വായിക്കാൻ പറ്റും. ബിക്കോസ് അത്രയും ഈസി ആയിട്ടുള്ള ലാംഗ്വേജ്, ഈസി ആയിട്ടുള്ള വേൾഡ് ബിൽഡിംഗ് ആയിരുന്നു. സോ ടോട്ടലി ഐ ഹാഡ് എ ഗുഡ് ടൈം വിത്ത് ഇറ്റ്. ആ ടൈപ്പ് റൈറ്റർ എലമെന്റ്സ് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം ആസ് എ റീഡർ ഐ ജസ്റ്റ് ലവ്ഡ് ദാറ്റ് വിൻറ്റേജ് വൈബ്. പിന്നെ ആ ഒരു പഴയ കാലഘട്ടം. സോ അവരതിൽ ഇടുന്ന ക്ലോത്ത്സിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ഇതും പിന്നെ ആ ടൈപ്പ് റൈറ്ററും അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു വിൻറ്റേജ് വൈബ് തന്നു. ആൻഡ് 2 ബുക്കിലും തന്നെ നമുക്ക് ആ ഒരു ടൈപ്പ് റൈറ്റർ എലമെന്റ് കിട്ടുന്നുണ്ട്. ലൈക്ക് അവരുടെ ആ ഒരു പെൻ പാലിംഗ്. അപ്പോൾ ആ പെൻ പാലിംഗ് വാസ് മൈ എന്താ പറയുക, അത് കാരണമാണ് ഞാൻ ഇത് പിക്ക് ചെയ്യാൻ തന്നെ കാരണം. ബിക്കോസ് ഐ റിയലി ലവ് റീഡിങ് ദോസ് ലെറ്റേഴ്സ് സെൻഡിങ്, ലൈക്ക് അനോണിമസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ലെറ്റേഴ്സ് സെൻഡ് ചെയ്യുക. ആ ഒരു ട്രൂപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. സോ I really enjoyed it. It was so much fun, so much entertaining. So if you are a beginner, നിങ്ങൾക്കൊരു ഫാന്റസി വിത്ത് റൊമാൻസ് ഉള്ള ഒരു ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ this would be an apt one. You should go for it. So അതാണ് എൻ്റെ ഫസ്റ്റ് ബുക്ക് ഇൻ ദിസ് വ്ലോഗ്. ഇനി അപ്പോൾ ഞാൻ ആ സീരീസ് കംപ്ലീറ്റ് ചെയ്തു. ഈ നെക്സ്റ്റ് ഞാൻ വായിക്കാൻ പോകുന്നത് ദ ഹൗസ് മെയ്ഡ് ഇസ് വാച്ചിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ത്രില്ലർ ബുക്കാണ്. അതിൽ ഞാൻ 2 വായിച്ചിട്ടുണ്ട്, ഹൗസ് മെയ്ഡും ഹൗസ് മെയ്ഡ് സീക്രട്ടും. ഇനി ഞാൻ വായിക്കാനുള്ള ഹൗസ് മെയ്ഡ് വാച്ചിങ്. സോ അതുകൂടെ വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ സീരീസ് കംപ്ലീറ്റ് ആക്കാം. സോ അതാണ് എൻ്റെ നെക്സ്റ്റ് റീഡ്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ഹൗസ് മെയ്ഡ് ബുക്കിൽ മില്ലി എനിക്ക് അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ലൈക്ക് അവളുടെ ഡിസിഷൻസ്, അവൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും എനിക്ക് അത്രയും അപ്രോപ്രിയേറ്റ് ആയിട്ട് തോന്നിയില്ലായിരുന്നു. ബട്ട് ഹൗസ് മെയ്ഡ് സീക്രട്ട് എനിക്ക് തോന്നുന്നു മില്ലി കുറച്ചുകൂടെ പോളിഷ്ഡ് ആണ്. സോ ഇപ്പൊ എനിക്ക് ഐ എം കൈൻഡ് ഓഫ് എൻജോയിങ് മില്ലി. അതുകൊണ്ട് തന്നെ ഐ റിയലി എൻജോയ്ഡ് ഹൗസ് മെയ്ഡ് സീക്രട്ട്. ഈവൻ ദോ ട്വിസ്റ്റും ഇതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൗസ് മെയ്ഡ് ആണ് കുറച്ചും കൂടെ നല്ലത്. ഫസ്റ്റ് ബുക്കിലെ ട്വിസ്റ്റും പ്ലോട്ട് ട്വിസ്റ്റും ഒക്കെ ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള പ്ലോട്ട് ട്വിസ്റ്റുകളാണ്. ബട്ട് സെക്കൻഡ് അത്രയും പൊതുവെ നമ്മൾ ത്രില്ലേഴ്സിൽ കാണുന്ന രീതിയിലുള്ള മീഡിയോക്കർ പ്ലോട്ട് ട്വിസ്റ്റ് ആണ് സെക്കൻഡിലുള്ളത്. ബട്ട് ഐ did have a good time with it because of Millie. Let me see how the Housemaid is watching will go. കാരണം എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഭയങ്കര നെഗറ്റീവ് റിവ്യൂസ് ആണ് അതിനെ പറ്റിയിട്ട്. ഹൗസ്മെയ്ഡ് സീക്രട്ട് എന്ന് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഹൗസ്മെയ്ഡ് വാച്ചിങ് തുടങ്ങുന്നത്. മില്ലി മാരീഡ് ആണ് ടു എൻസോ. അതുപോലെ അവൾക്ക് 2 കുട്ടികളുണ്ട്. സോ ഫൈനലി ദേ ആർ മൂവിങ് ടു ഒരു പുതിയ ടൗൺ ആൻഡ് ഹാവിങ് എ ന്യൂ ഹൗസ്. അപ്പൊ അവളുടെ ഒരു കൈൻഡ് ഓഫ് എ ഡ്രീം ആയിരുന്നു ലൈക്ക് ടു ഹാവ് എ ബിഗ് ഹൗസ്. യൂഷ്വലി അവള് എല്ലാത്തിലും സ്ട്രഗിൾ ചെയ്യാറാണ്. ഫസ്റ്റ് 2 ബുക്കിലും അവൾക്ക് സ്റ്റേ ചെയ്യാനും എല്ലാത്തിനും അവളുടെ അടുത്ത് പൈസ ഇല്ല. സോ അവള് സ്ട്രഗിളിങ് പീരീഡ് ആയിരുന്നു. ബട്ട് ഇതിൽ അവർ കുറച്ചും കൂടി സെറ്റിൽഡ് ആയി. ലൈക്ക് അവർക്കൊരു ഹൗസ് വാങ്ങി. സോ ഷീ സോ പ്രൗഡ്. കാരണം അങ്ങനെ ഒരു അത്രയും നല്ലൊരു വീട് അവൾക്ക് വാങ്ങാൻ പറ്റിയതിൽ. വൺസ് അവൾ ആ ഒരു നെയ്ബേഴ്സുമായിട്ടൊക്കെ ഇങ്ങനെ കണക്ട് ആയപ്പോൾ അവൾ അത്രയും ഷുവർ അല്ല ലൈക്ക് അവൾ അവിടെ വാങ്ങിയത് നന്നായോ എന്ന്. കാരണം ഫസ്റ്റ് വീട്ടിലുള്ള നെയ്ബർ ഭയങ്കര വിയേർഡാണ്. അതുപോലെ സെക്കൻഡ് വീട്ടിലുള്ള നെയ്ബർ ലൈക്ക് ഷീസ് ഹിറ്റിംഗ് ഓൺ എൻസോ. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് ഇപ്പൊ മില്ലി നിൽക്കുന്നത്. ഐ എം ഹാവിങ് ഗ്രേറ്റ് ഫൺ. ലൈക്ക് ഐ എം ഓൺ ചാപ്റ്റർ 7. ഭയങ്കര ഈസിയാണ്. പൊതുവെ ഫ്രീഡ മക്ഫാഡന്റെ റൈറ്റിംഗ് ഈസ് എ ബ്ലെസ്.
കാരണം നമുക്ക് TV കണ്ടുകൊണ്ടും നമുക്ക് ബുക്ക് വായിക്കാം. ബിക്കോസ് അത്രയും നമുക്ക് കോൺസെൻട്രേഷൻ വേണ്ടതേ ഇല്ല. ഒരു പബ്ലിക് ക്രൗഡിൽ ഇരുന്ന് വായിക്കുകയാണെങ്കിലും വിൽ ഗെറ്റ് ദ സ്റ്റോറി. ബിക്കോസ് ഇറ്റ്സ് സോ ഈസി റൈറ്റിംഗ്, ഭയങ്കര കട്ട് ആൻഡ് ക്രിസ്പ് ആയിട്ട് ഭയങ്കര പോപ്കോണി ആയിട്ടുള്ള റൈറ്റിംഗ് ആണ്. സോ അത് വായിച്ചിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സോ ഐ എം ഓൺ ചാപ്റ്റർ 40. അപ്പോൾ എനിക്ക് കുറച്ച് തോട്ട്സ് ഉണ്ട്. ഓൾമോസ്റ്റ് 52% ആയി. അപ്പോൾ ഇപ്പോഴും ഒരു ത്രില്ലർ എന്ന ഒരു ഇതിലേക്ക് ഇത് പോയിട്ടില്ല. സോ ഇപ്പോഴും ആ ഒരു ഫാമിലി ഡ്രാമ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ലൈക്ക് അവർ ആ ഒരു പുതിയ വീട്ടിലോട്ട് ഷിഫ്റ്റ് ആയതിനെ തുടർന്ന് അവർക്ക് ഉണ്ടാവുന്ന കുറച്ച് കാര്യങ്ങൾ, ലൈക്ക് ഹോണ്ടിങ് അങ്ങനത്തെ കാര്യങ്ങളല്ല, ലൈക്ക് നെയ്ബേഴ്സ് ബീങ് അൺഫ്രണ്ട്ലി. പിന്നെ അതുപോലെ അതിലൊരു നെയ്ബർ ഇസ് ഫ്ലേർട്ടിങ് വിത്ത് എൻസോ. അപ്പോൾ എൻസോൻ്റെ ചില ബിഹേവിയേഴ്സും നമുക്കും ഭയങ്കരമായിട്ട് സസ്പീഷൻ അടിക്കും. ലൈക്ക് അവൾക്കും ഭയങ്കരമായിട്ട് ഡൗട്ട് ഉണ്ട്, ലൈക്ക് എൻസോ എന്തുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്നില്ല. ബട്ട് ഐ തിങ്ക് ഓദർ അത് അങ്ങനെ ചെയ്യുകയാണെന്ന് തോന്നുന്നു, ബിക്കോസ് നമുക്ക് ആ ഒരു ഡൗട്ട് അടിക്കാൻ. ബട്ട് എൻസോനെ നമ്മൾ ഫസ്റ്റ് ബുക്ക് തൊട്ടേ ഫോളോ ചെയ്യുന്നതാണ്. വി നോ എൻസോ ആൻഡ് ഐ ഡോണ്ട് തിങ്ക് എൻസോ ഒരു അങ്ങനെ ഒരു ബാഡ് കാര്യം അല്ലെങ്കിൽ ഒരു അവിഹിതം ഇതിൽ ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ മില്ലിയുടെ മകൻ നിക്കോ ഭയങ്കരമായിട്ട് അഗ്രസീവായിട്ട് ബിഹേവ് ചെയ്യുക. ഇതുവരെ അവൻ അങ്ങനെ അല്ലായിരുന്നു, ബട്ട് ഇപ്പോൾ അവന് അങ്ങനെ എന്താ പറയുക, കുറച്ച് അഗ്രസീവാണ്. അവൻ്റെ കൂടെയുള്ള കുട്ടികളെ അവൻ ഭയങ്കരമായിട്ട് ബുള്ളി ചെയ്യുക. സോ അങ്ങനെയൊക്കെയുള്ള ഇവൻറ്റ്സ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇതിനൊക്കെ ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ട് എന്നാണ് ഐ സ്റ്റിൽ ബിലീവ് എൻസോനെ സസ്പീഷൻ ആക്കുന്ന പോലെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് സ്റ്റിൽ എൻസോ ഇസ് നോട്ട് ഡൂയിങ് ഗുഡ് വിത്ത് മില്ലി. കാരണം എൻജോ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമുക്ക് അത്ര അങ്ങോട്ട് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ കംപ്ലീറ്റ്ലി മില്ലി ഒരു ഭയങ്കര ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്. ലൈക്ക് ഒരു തേർഡ് ബുക്ക് ആകുമ്പോൾ കംപ്ലീറ്റ്ലി ഒരു ഫാമിലി പേഴ്സൺ ആയി, ലൈക്ക് ഒരു മദറായി, ലൈക്ക് ടോട്ടലി അവൾ ആ ഒരു ക്യാരക്ടർ ചേഞ്ച് ആയി, വിച്ച് ഇസ് ഗുഡ്. സത്യമായിട്ട് ഞാൻ ഇത് വായിക്കുമ്പോൾ ഞാൻ ചിന്തിക്കാൻ, ഞാൻ വായിക്കുന്നത് ലിറ്റററി ഫിക്ഷൻ ആണോ അതോ ത്രില്ലർ ആണോ എന്ന്. വാട്ട് എവർ ഇപ്പം നടക്കുന്നതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഫാമിലിയിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും മിസ്റ്ററീസും ഒക്കെയാണ്. സോ അതൊന്നും ഒരു മിസ്റ്ററി എന്ന് പറയാൻ പറ്റില്ല. ഒരു ത്രില്ലിങ് കൈൻഡ് ഓഫ് കാര്യങ്ങൾക്ക് എത്തിയിട്ടില്ല. സോ മേ ബി ഐ തിങ്ക് ഒരു 60% എത്തുമ്പോഴെങ്കിലും ഒരു പ്ലോട്ട് ട്വിസ്റ്റ് വേണം. അപ്പോഴേ ഈ കഥയ്ക്ക് അറ്റ്ലീസ്റ്റ് ഒരു ക്രംസ് ഉണ്ടാവുള്ളൂ. ലെറ്റ്സ് ഹോപ്പ് ലൈക്ക് എന്തെങ്കിലുമൊക്കെ നടക്കും ഇപ്പൊ പെട്ടെന്ന് നമുക്ക് നോക്കാം. സോ ഐ വാസ് റീഡിങ് നോൺ സ്റ്റോപ്പ് ഫോർ 2 to 3 hours. അപ്പം അങ്ങനെ ഞാൻ ഹൗസ് മെയ്ഡ് വാച്ചിങ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഒരു ഞാൻ വിചാരിച്ച പോലെ ഒരു 60% എത്തിയപ്പോൾ ഒരു പ്ലോട്ട് ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ ആ ഒരു മിസ്റ്ററി ത്രില്ലറിൻ്റെ ആ ഒരു ഭാഗം സ്റ്റാർട്ട് ചെയ്തു. ബട്ട് എനിക്കിത് വായിച്ചു കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഒരു റിമാർക്കബിൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസോ അല്ലെങ്കിൽ അത്രയും റിമാർക്കബിൾ ആയിട്ടുള്ളൊരു പ്ലോട്ട് ട്വിസ്റ്റോ ഉണ്ടായിരുന്നില്ല. എല്ലാ പ്ലോട്ട് ട്വിസ്റ്റും ഓക്കെയാണ്, മീഡിയോക്കർ ആണ്, ബട്ട് ഒന്നും തന്നെ ഭയങ്കരമായിട്ട് വാവ് അല്ലെങ്കിൽ ഷോക്കിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. സോ അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. സോ ഒരു നോർമൽ ആവറേജ് 3 star റീഡായിരുന്നു ഇത്. ഐ വുഡ് സേ ലൈക്ക് ആദ്യത്തെ 2 ബുക്കിന്റെ അത്രയും ഒരിക്കലും എത്തില്ലത്. സംഭവം നല്ല ആവറേജ് പ്ലോട്ട് ട്വിസ്റ്റ് ഒക്കെ തന്നെയാണ്. പക്ഷെ നമ്മൾ എവിടേക്കോ വായിച്ച പോലെ ഒരു റെപ്പിറ്റേറ്റീവ് കൈൻഡ് ഓഫ് രീതിയിലാണ് തോന്നുന്നത്. സോ ദാറ്റ് വാസ് ദാറ്റ്. ദ നെക്സ്റ്റ് ബുക്ക് ഐ എം ഗോയിങ് ടു റീഡ് ഇൻ ദിസ് വ്ലോഗ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ റീൽസ് ഒക്കെ വരുമ്പോൾ ഐ ജസ്റ്റ് സ്കിപ്പ് ഇറ്റ്. കാരണം ഐ ഡോണ്ട് ടു സ്പോയിൽ മൈസെൽഫ്. അതുകൊണ്ട് സോ ദ ബുക്ക് ഇസ് ഓണിക്സ് സ്റ്റോം ബൈ റബക്ക ഹാരിസ്. അപ്പൊ ഇത് 4th വിങ്ങിന്റെ 3rd ബുക്കാണ്. ഇപ്പൊ അടുത്ത് റിലീസ് ആയിട്ടുള്ളൂ. ഐ തിങ്ക് ഒരു 1000+ പേജസ് ഉണ്ട്. സോ അത് വായിക്കാൻ കുറച്ച് ടൈം എടുക്കും. ലൈക്ക് 2-3 days എടുക്കാൻ ചാൻസ് ഉണ്ട്. സോ അത് കഴിഞ്ഞിട്ട് ഒരു ഹാഫ് വേ എത്തുമ്പോൾ ഐ ഗിവ് യു എൻ അപ്ഡേറ്റ്. സോ ഒരു അപ്ഡേറ്റ് ഞാൻ ഒനിക്സ് സ്റ്റോമിൽ ഒരു 50% എത്തുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞിരുന്നു. ബട്ട് എനിക്ക് പറ്റിയില്ല. ഐ എം ഓൾറെഡി ഓൺ 75%. സോ ഈ ബുക്കിന്റെ പേസിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ
ചില സമയത്ത് ഫാസ്റ്റ് പേസ്ഡ് ആണ്, ചില സമയത്ത് സ്ലോ പേസ്ഡ് ആണ്. ഫോർത്ത് വിങ് എന്താണെന്ന് ഒരു ഐഡിയ ഇല്ലാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താഴെ ഫോർത്ത് വിങ്ങിനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പൊ അത് കണ്ടു നോക്കുക. അപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ബ്രീഫ് ആയിട്ട് ഇവിടെ പറയുന്നുള്ളൂ. സോ ഇതിലെ മെയിൻ ക്യാരക്ടർ വയലറ്റ് സോറെങ്കിൽ ഒരു റൈഡർ ആണ്. അപ്പൊ നമ്മളൊരു റൈഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രാഗൺസുമായിട്ട് ബോണ്ട് ചെയ്യണം. വൺസ് ആ ഒരു ഡ്രാഗണുമായി ബോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ത്രൂ ദം വി ക്യാൻ ചാനൽ പവർ. അപ്പൊ അത് കാരണം തന്നെ ഓരോരുത്തർക്കും ഓരോ പവർ ആയിരിക്കും. സോ വയലറ്റിന് ഒരു പവർ ഉണ്ട്, അങ്ങനെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിന് ഒരു പവർ ഉണ്ട്. സോ അങ്ങനെയാണ്. അപ്പോൾ എന്താ പവർ എന്നൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല, അതൊക്കെ സ്പോയിലേഴ്സ് ആണ് ഫസ്റ്റ് ബുക്കിന്റെ. സോ യു ഹാവ് ടു റീഡ് ഇറ്റ് ടു നോ. അപ്പൊ നിങ്ങൾ വായിച്ചതാണെങ്കിൽ നിങ്ങൾക്ക് അറിയുണ്ടാവും. ഇനി അയൺ ഫ്ലെയിം എൻഡ് ചെയ്തവിടത്തുനിന്ന് തന്നെയാണ് ഒനിക് സ്റ്റോം സ്റ്റാർട്ട് ചെയ്യുന്നത്. അയൺ ഫ്ലെയിം എൻഡ് ചെയ്യുന്നത് ഒരു ഭയങ്കര ക്ലിഫ് ഹാങ്ങറുമായിട്ടാണ്. സോ ആ ഒരു ക്ലിഫ് ഹാങ്ങറിന്റെ ആഫ്റ്റർ എഫക്ട്സ് ആണ് നമ്മൾ ഒനിക് സ്റ്റോമിൽ ഫസ്റ്റ് കാണുന്നത്. ഒനിക് സ്റ്റോമിന്റെ ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗിങ് ആയിട്ട് തോന്നി എനിക്ക്. ഒന്നും കാര്യമായിട്ടൊന്നും സംഭവിക്കാത്ത പോലെ തോന്നി. ലൈക്ക് ഇതിന്റെ ഓതറിന് കുറച്ച് കാര്യങ്ങൾ, കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള എലമെന്റ്സ് ആ ഓതറിന്റെ കയ്യിലുണ്ട്. ബട്ട് അതിന്റെ ഇടയ്ക്ക് കുറെ ഡ്രാമ ഒക്കെ കുത്തിക്കയറ്റി, കുറച്ച് റൊമാൻസ് കുത്തിക്കയറ്റി ഫില്ല് ചെയ്തു ഒരു ഇത്രയും ലെങ്തിയർ ആയിട്ടുള്ള ഒരു 800 പേജിലുള്ള ഒരു ബുക്കാക്കി മാറ്റിയതാണ്. സോ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ആൻഡ് വാട്ട് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇസ് എന്തിന് ഇത്ര ലെങ്തിയർ ആക്കുന്നതാണ്. ആൻഡ് ഓഡിയോ ബുക്ക് 21 hour ആണ്. ഇറ്റ് ടുക്ക് മീ ലൈക്ക് ഇത് എന്റെ 3rd ഡേ ആണ് റീഡിങ്. ഐ ഡോണ്ട് തിങ്ക് ഇന്ന് കംപ്ലീറ്റ് ആക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ന് കംപ്ലീറ്റ് ആവുമോ എന്നറിയില്ല. ഐ ഹാവ് 300 pages മോർ. സോ അത്രയും ലെങ്തിയർ ആക്കേണ്ട ആവശ്യം എന്താണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ബിക്കോസ് അതിനുള്ള ക്രംസ് ഉണ്ടെങ്കിൽ വേണ്ടിയില്ല. സോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഡാർക്ക് വിൽഡിങ്സിന് അഗെയിൻസ്റ്റ് ഉള്ള വാർ ആണ്. സോ ഈ ഡാർക്ക് വിൽഡിംഗ് എന്ന് പറയുന്നത് ഒരു മോൺസ്റ്റർ ആയിട്ടൊക്കെ ഇമാജിൻ ചെയ്താൽ മതി. സോ അവർക്കെതിരെയുള്ള വാറാണ്. അപ്പൊ ഇവരുടെ കൂട്ടത്തിലുള്ള അംഗങ്ങൾ കുറവാണ്. സോ ഇവരുടെ ആർമി കുറവാണ്. സോ ഇവര് കുറെ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്തിട്ട് അല്ലൈ ആക്കാൻ വേണ്ടിയിട്ട് അവരോട് അവരുടെ ഇത് ചോദിക്കണം, അവരുടെ ഫോഴ്സ്, അവരുടെ ആ ഒരു പവർ അത് ചോദിക്കുകയാണ്. സോ അതിന് വേണ്ടിയിട്ട് ഓരോ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യണം. അത് മാത്രമല്ല റീസൺ, വേറൊരു ഇമ്പോർട്ടൻറ്റ് റീസണും കൂടി ഉണ്ട്. അതിന് നിങ്ങൾ അയൺ ഫ്ലെയിം വായിച്ചാലേ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അതുപോലെ ഇവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഇവര് വോർഡാണ്. മാജിക്കൽ പവറുമായിട്ട് ബൈൻഡഡ് ആണ്. അതുകൊണ്ടാണ് അവർക്ക് പുറത്തുനിന്ന് ഫോറിനേഴ്സിന് എൻ്റർ ചെയ്യാൻ പറ്റാത്തത്. ബട്ട് ഇപ്പോ വാർഡിന്റെ ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുക. സോ അവർക്ക് ഈ വാർഡ് കുറച്ചും കൂടെ സ്ട്രെങ്തർ ആക്കണം എന്നുണ്ടെങ്കിൽ അവർക്കൊരു കാര്യം വേണം. ആ ഒരു കാര്യത്തിനും കൂടി വേണ്ടിയിട്ടാണ് വയലറ്റ് അങ്ങനെ പല സ്ഥലത്ത് പോയിട്ട് അവൾ അതിനുള്ള ആൻസർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ അതൊക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് വയലറ്റിന് ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്, സോയർ, റൈഡക്, റൈ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അവരെ പറ്റിയിട്ടൊന്നും ശരിക്ക് സത്യം പറയുകയാണെങ്കിൽ അവർക്കൊന്നും ക്യാരക്ടർ ഡെപ്ത് ഇല്ല. അതില് റൈഡക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറിനെ ഞാൻ സെക്കൻഡിലൊന്നും അധികം നോട്ടീസ് പോലും ചെയ്യാത്തൊരു ക്യാരക്ടറിനെ ഈ ഒരു ബുക്കില് ഭയങ്കരമായിട്ട് എന്തോ എനിക്ക് ഇഷ്ടമായി പോയി റൈഡക്കിനെ. സോ ഫസ്റ്റ് ബുക്കില് വേൾഡ് ബിൽഡിങ്ങും ഉണ്ട്, റൊമാൻസും ഉണ്ടായിരുന്നു. സെക്കൻഡ് ബുക്കില് റൊമാൻസ് കുറവായിരുന്നു, വേൾഡ് ബിൽഡിങ്ങും പൊളിറ്റിക്സും ആയിരുന്നു കൂടുതൽ. സോ ഐ റിയലി എൻജോയ്ഡ് ദാറ്റ്. എനിക്ക് പൊതുവെ ഫാന്റസി ബുക്കിൽ റൊമാൻസ് ഇഷ്ടമാണ്. ബട്ട് ഇതിലെന്തോ വയലറ്റും സെയ്ഡനും തമ്മിലുള്ള റൊമാൻസ് എനിക്ക് അത്രയും ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ലവ് സ്റ്റോറി ആയിട്ട് തോന്നുന്നില്ല. എപ്പോഴും വയലറ്റ് ഒരു ഇമ്മച്യൂർ ആയിട്ടാണ് എനിക്ക് തോന്നാറ്. സോ അതുകൊണ്ട് തന്നെ ഒരു ഇമ്മച്യൂർ ലവ് സ്റ്റോറി പോലെയാണ് തോന്നുന്നത്. ആൻഡ് ഇഫ് യു ആർ ലൈക്ക് കൂടുതൽ വയലറ്റിന്റെയും സെയ്ഡന്റെയും റിലേഷൻഷിപ്പിലാണ് ഫോക്കസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഒനിക്സ്റ്റോം യു ഹാവ് ടു റീഡ് ഇറ്റ്. കാരണം ഒരുപാട് അവരുടെ ക്യാരക്ടറിനൊക്കെ എന്താ പറയുക ഗ്രോത്ത് ഉണ്ട്, അവരുടെ ആ റിലേഷൻഷിപ്പിന് ഗ്രോത്ത് ഉണ്ട്. ഞാൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് ഐ ഗിവ് യു ദ ഫൈനൽ അപ്ഡേറ്റ്. ബുക്ക് വായിച്ചിട്ട് ഐ ഡിഡ്ന്റ് ഗെറ്റ് ടൈം ടു ഡൈജസ്റ്റ് ഇറ്റ്. ഇന്നിപ്പോൾ എനിക്കൊരു ഐഡിയ ഉണ്ട് എങ്ങനെയാണ് ആ എൻഡിങ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു എൻഡിങ് ആയിരുന്നു. ലൈക്ക് ഒരു ക്ലോഷറും ഇല്ലാത്ത ഒരു എൻഡിങ് ആയിരുന്നു. ആൻഡ് ഒരുപാട് പ്ലോട്ട് ട്വിസ്റ്റും ഉണ്ട്. ബട്ട് വി ഡോണ്ട് നോ
ഹൗ ദാറ്റ് പ്ലോട്ട് ട്വിസ്റ്റ് ഹാപ്പൻഡ്. കാരണം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് തരുന്നില്ല ബുക്കിൻ്റെ എൻഡിങ്ങിൽ. സോ ഇത്രയും ലെങ്തിയർ ആയിട്ടുള്ളൊരു ബുക്ക് വായിച്ചിട്ട് അങ്ങനെ ഒരു എൻഡിങ് കിട്ടുമ്പോൾ ഓഫ് കോഴ്സ് യു വിൽ ബി മാഡ്. ഐ വാസ് മാഡ്. അപ്പോൾ ഇപ്പം ഞാൻ പറയാണ്, ഇറ്റ് വാസ് എ 3.5 സ്റ്റാർ റീഡ്. അപ്പോൾ വൈ 3.5 ഈസ് സെക്കൻഡ് ബുക്കിൻ്റെ അതേപോലത്തെ ഒരു പേസിങ് ആയിരുന്നു ഈ ബുക്കിനും. ആൻഡ് നമുക്ക് കൂടുതലായിട്ട് ആൻസേഴ്സ് സെക്കൻഡ് ബുക്കിൽ നടക്കുന്നതിനും ഒരു ആൻസേഴ്സും കിട്ടുന്നില്ല. ബട്ട് വി ഗെറ്റ് ലോട്ട്സ് ഓഫ് ക്വസ്റ്റ്യൻസ്. സോ ഇതെല്ലാം തന്നെ എനിക്ക് തോന്നുന്നത് 5 ബുക്സ് ഉണ്ട് ഈ സീരീസിൽ നിന്നാണ് ഞാൻ അറിഞ്ഞത്. സോ അത് വെച്ച് നോക്കുമ്പോൾ അടുത്ത 2 ബുക്സിന് വഴിയൊരുക്കിയിട്ടുള്ള ഒരു വലിയൊരു കാര്യമാണ് തേർഡ് ബുക്കിൽ സംഭവിച്ചത്. സോ ഐ തിങ്ക് ഐ അപ്രിഷിയേറ്റ് ദ ഓദർ. ലൈക്ക് ഇതൊരു വലിയ സംതിങ്ങിലോട്ട് ലീഡ് ചെയ്യുകയാണെങ്കിൽ. ബട്ട് സെക്കൻഡ് ബുക്കും തേർഡ് ബുക്കും കൂടെ ഒറ്റൊരു ബുക്കായിട്ട് റിലീസ് ചെയ്താൽ മതിയായിരുന്നു. ലൈക്ക് കാരണം രണ്ടിലും കാര്യമായിട്ട് പ്ലോട്ടൊന്നുമില്ല. ഇറ്റ്സ് ജസ്റ്റ് things happening after things. അതാണ് എൻ്റെ ഒപ്പീനിയൻ. ആൻഡ് റൊമാൻസ് സൈഡ് നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് സെക്കൻഡ് ബുക്കിനേക്കാൾ ഒരുപാട് റൊമാൻസ് ഉണ്ടായിരുന്നു തേർഡ് ബുക്കിൽ. ഒരുപാട് ആൾക്കാർ വായിക്കുന്നത് ഇതിലെ റൊമാൻസിന് വേണ്ടിയിട്ടാണ്, ഫോർ സെയ്ഡൻ ആൻഡ് വയലറ്റ്. അപ്പം അങ്ങനെയാണെങ്കിൽ തേർഡ് ബുക്കിൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ റൊമാൻസ് കിട്ടുന്നുണ്ട്. സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ കുറച്ച് ഡിസപ്പോയിൻറ്റിങ് ആയിരുന്നു. ബട്ട് അറ്റ് ദി സെയിം ടൈം ഈ ഒരു എൻഡിങ് ഓതർ പേർപ്പസ്ലി ചെയ്തതാണെന്നുണ്ടെങ്കിൽ, ഇഫ് ഇറ്റ്സ് നോട്ട് എ ക്ലംസി വൺ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ്. ഐ ഷുഡ് അപ്രിഷിയേറ്റ് ഇറ്റ്. ബട്ട് ഓതറിനൊരു പ്ലോട്ട് ഇല്ലാത്തത് കൊണ്ട് ഇതെങ്ങനെയെങ്കിലും എൻഡ് ചെയ്യണ്ടേ, അല്ലെങ്കിൽ റീഡേഴ്സിന് എന്തെങ്കിലും സർപ്രൈസ് ചെയ്യണ്ടേ എന്നുള്ള രീതിയിൽ എടുത്തിട്ട് പ്ലോട്ട് ട്വിസ്റ്റ് ആണെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ എൻജോയ് ദിസ് സീരീസ്. അപ്പോൾ ഞാനിത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഐ വാസ് ഇൻ എ ഭയങ്കര ഒരു ഇമോഷണൽ സ്റ്റേറ്റിലായിരുന്നു. ആൻഡ് ഐ വെൻറ്റ് ഇൻ, ഞാൻ ഓൺലൈൻ കുറച്ച് റിസർച്ച് ആക്കി എന്താണ് അതിൻ്റെ എൻഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഒരു ഷോർട്ട് ഞാൻ കണ്ടു. അതിൽ പറയുന്നുണ്ടായിരുന്നു ഒരുപാട് ഹിഡൻ ക്ലൂസ് ഉണ്ട് ഒനിക്സ് ടോമിൽ എന്നുള്ള 4th സീസണിലുള്ള. ബട്ട് അങ്ങനെയാണെങ്കിൽ ഇറ്റ്സ് എ ബ്രില്യൻറ്റ് മൂവ്. ബട്ട് അങ്ങനെ അല്ലാത്ത കേസാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഈ എൻഡിങ് ഒരു ക്ലംസി ആണ് എന്ന് പറയേണ്ടി വരും. സോ അതൊക്കെയാണ് എൻ്റെ ഓവറോൾ ഒപ്പീനിയൻ അബൌട്ട് ദ സീരീസ്. ആൻഡ് ഐ എൻജോയ്ഡ് സം എലമെന്റ്സ് ഓഫ് ഇറ്റ്. അപ്പോൾ നോക്കാം നമുക്ക് എങ്ങനെയാണ് ഈ സീരീസ് പോകുന്നതെന്ന്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ വീഡിയോ. ഐ വിൽ സീ യു വിത്ത് അനദർ വൺ. ടിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.